അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓരോ വർഷം റമളാൻ വരുമ്പോഴും തറാവീഹ് കൊണ്ട് വഹാബികൾ പല തമാശകളും കാണിക്കാറുണ്ട്. ഈ വർഷവും തറാവീഹിന്റെ തമാശയിൽ വഹാബികൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. ഏറ്റവും പുതിയ തമാശയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വഹാബി പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറിയായ ഹനീഫ് കായക്കൊടിയാണ് പുതിയ തമാശയുമായി വന്നിരിക്കുന്നത്. അയാൾ പറയുന്നത് റമളാനിലെ പ്രത്യേക നിസ്കാരമാണെന്ന് കരുതി, റമളാനിൽ പ്രത്യേകമായി പുണ്യം കിട്ടുമെന്ന് കരുതി തറാവീഹ് നിസ്കരിച്ചാൽ അത് ബിദ്അത്താണ്, നരകത്തിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുസ്ലിമീങ്ങൾ പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനിൽ പ്രത്യേകമായി ഒരു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. 3 ദിവസമാണ് നിസ്കരിച്ചിട്ടുള്ളത്. ജനബാഹുല്യം കാരണം ആ നിസ്കാരം ഫർളാക്കി കളയുമോ എന്ന് പേടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3-ാമത്തെ ദിവസം പള്ളിയിലേക്ക് ആ നിസ്കാരത്തിന് വേണ്ടി വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിസ്കാരം റമളാൻ അല്ലാത്തപ്പോൾ നിസ്കരിച്ചിട്ടുമില്ല. ആ നിസ്കാരത്തിന്റെ എണ്ണം എത്രയാണെന്ന് സ്വഹാബാക്കൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ആ അറിഞ്ഞ സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 20 റക്അത്ത് തറാവീഹ് നിസ്കാരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവരികയായിരുന്നില്ല. നേരെ മറിച്ച് ചെറിയ ജമാഅത്തുകളായും ഒറ്റക്കായും 20 റക്അത്ത് സ്വഹാബികൾ നിസ്കരിക്കുന്നുണ്ട്. അതൊരു ഇമാമിന്റെ കീഴിൽ കൊണ്ടുവരികയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സ്വഹാബിയും എതിർക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 20 റക്അത്ത് അല്ല നിസ്കരിച്ചതെങ്കിൽ, റമളാനിൽ മാത്രമായിട്ടുള്ള പ്രത്യേക നിസ്കാരമല്ല നിസ്കരിച്ചതെങ്കിൽ, ഒരിക്കലും തന്നെ സ്വഹാബാക്കൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 റക്അത്ത് തറാവീഹ് കൊണ്ടുവന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്തൊരു പ്രവർത്തനം കൊണ്ടുവന്നാൽ സ്വഹാബാക്കൾ എതിർക്കാതെ വെറുതെ വിടൂല. എന്നാൽ വഹാബികൾക്ക് ഇതൊന്നും ബാധകമല്ല. അവർ അവസാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തറാവീഹ് നിസ്കാരം റമളാനിൽ പ്രത്യേകമായ ഒരു നിസ്കാരമാണെന്ന് കരുതി, പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് കരുതി നിസ്കരിച്ചാൽ അത് ബിദ്അത്താണ്, ലലാലത്താണ്, നരകത്തിലേക്ക് പോകും. അത് 11 ആയാലും ശരി, 8 ആയാലും ശരി, 20 ആയാലും ശരി. ഇതുവരെ 8 നിസ്കരിച്ച വഹാബികളും 11 നിസ്കരിച്ച വഹാബികളും അങ്ങനെ മരണപ്പെട്ടു പോയ സർവ്വ വഹാബികളും ഇന്നലെ വരെ നിസ്കരിച്ച വഹാബികളും നരകത്തിലാണെന്ന പ്രഖ്യാപനമാണ് ഹനീഫ് കായക്കൊടി നടത്തിയിട്ടുള്ളത്. നമുക്ക് ഹനീഫ് കായക്കൊടിയെ തന്നെ കേട്ട് സംസാരിക്കാം. വേറെ ഒരു ചോദ്യം ഇപ്പോ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്, ചോദ്യത്തിന്റെ തുടക്കം തന്നെ രസകരമാണ്. വഹാബി മൗലവിമാരോട് റമളാൻ 1 മുതൽ തുടങ്ങും തറാവീഹുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇതുവരെ വഹാബി അണികൾ തറാവീഹുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ നിർത്തിയിട്ടില്ല. കാരണം ആ വിഷയത്തിൽ തീരുമാനമില്ലാത്തത് തന്നെയാണ്. ഈ പ്രാവശ്യവും ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്നാണ് ഹനീഫ് കായക്കൊടി പറയുന്നത്. ചോദ്യം ആരംഭിക്കുന്നത്, മൗലവി ഇപ്പൊ നമ്മളെ പള്ളിയിൽ ഖിയാമുൽ ലൈൽ തുടങ്ങി, അവസാനത്തെ 10 ഖിയാമുൽ ലൈൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിളിച്ച ആളുകളോട് ഞാൻ ചോദിച്ചു, അപ്പൊ ഇതുവരെ അവിടെ ഖിയാമുൽ ലൈൽ ഇല്ലേ? ഇല്ല, തറാവീഹ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും ഞാൻ രസകരമായെന്ന് പറയാനുള്ള കാര്യം അതാണ്. തറാവീഹ് നമസ്കാരത്തെ ഖിയാമുൽ ലൈലായി പരിഗണിക്കാതെ ഈ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് കുറെ ആളുകൾ വന്ന് നിസ്കരിക്കുന്ന നമസ്കാരം മാത്രമാണ് ഖിയാമുൽ ലൈൽ എന്ന ഒരു രീതിയിലേക്ക് ആളുകളുടെ മനസ്സ് മാറുക. വഹാബികൾക്ക് എല്ലാം രസകരമാണ്, കാര്യമായ ഒരു വിഷയമില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം തുടക്കം മുതൽ തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം അഥവാ ഇശാ നമസ്കാരത്തിന് ശേഷം സുബഹിയുടെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂല് രാത്രി നമസ്കാരം എന്ന പേരിൽ നമസ്കരിച്ച നമസ്കാരം അത് 11 റക്അത്താണ്. ആ രാത്രി നമസ്കാരം ഉറങ്ങി എഴുന്നേറ്റാണ് നമസ്കരിക്കുന്നതെങ്കിൽ അതിന് തഹജ്ജുദ് എന്ന് പറയും. അത് ഒറ്റയായി നമസ്കരിക്കുന്നത് കൊണ്ട് അതിന് വിത്ർ എന്ന് പറയും. അത് റമളാനിലാണ് നമസ്കരിക്കുന്നത് എങ്കിൽ അതിന് ഖിയാം റമളാൻ എന്ന് പറയും. ഇതെല്ലാം ഒരേ നമസ്കാരം തന്നെയാണ്. ഖിയാമുൽ ലൈലിന്റെ വ്യത്യസ്ത പേരുകളാണ് തറാവീഹ്, ഖിയാം റമളാൻ, തഹജ്ജുദ്, വിത്ർ എന്നത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവർക്കാവട്ടെ ഖിയാമു റമളാൻ, ഖിയാമുൽ ലൈൽ,
തറാവീഹ്, തഹജ്ജുദ്, വിത്ർ എല്ലാം ഒരു നിസ്കാരം തന്നെയാണ്. റമളാനിലാകുമ്പോ ഖിയാമു റമളാനാകും, തറാവീഹാകും. അല്ലാതെ റമളാനിൽ മാത്രമായി പ്രത്യേകം ഒരു നിസ്കാരം ഇല്ല എന്നാണ് ഹനീഫ് കായക്കൊടി പറയുന്നത്. നമ്മന്റെ ഓഫീസിൽ നിന്ന് പാസാക്കി. ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ, പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടോ? ഒന്നിലും ഇല്ല. നമുക്ക് തോന്നി നമ്മൾ പാസാക്കി. വഹാബി നാടാണെന്ന് വഹാബികൾ തന്നെ അവകാശപ്പെടുന്ന മക്കയിൽ നിസ്കരിക്കുന്നത് തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. വഹാബി നാടാണെന്ന് അവകാശപ്പെടുന്ന സൗദി അറേബ്യയുടെ അംഗീകാരം പോലും ഈ കേരള വഹാബിസത്തിന്റെ വാദത്തിന് ഇല്ല. ഇത് നമ്മൾ ഇപ്പൊ പറയുന്നതല്ല, വിഷ്ടങ്കാരോടോ മറ്റോ പറയുകയാണെന്നാണ് തോന്നുന്നത് ഹനീഫ കായക്കൊടി. നമ്മൾ ഇപ്പൊ പറയുന്നല്ലോ, പിന്നെ എപ്പോ പറയുന്നത് അതും കൂടി കേൾക്കണല്ലോ. നമ്മളൊന്ന് കേട്ടുവെക്ക, എപ്പം മുതലാ പറയാൻ തുടങ്ങിയെന്ന്. ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യങ്ങൾ മറുപടികൾ എന്ന പുസ്തകത്തിലെ ഒരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയിലെ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ശരി, ഞാൻ വിചാരിച്ച ഹനീഫ കായക്കൊടി വലിയ കാര്യം പോലെ ഞങ്ങൾ ഇപ്പൊ പറയുന്നല്ല എന്നൊക്കെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ 4 ഖലീഫമാരോ അല്ലെങ്കിൽ ഇമാമിങ്ങളോ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോ ആരാ പറഞ്ഞത്? നമ്മളെ പലിശ കിട്ടാത്തതിന് കേസ് കൊടുത്തൊരു മഹാനുണ്ടല്ലോ, എ പി അബ്ദുൽ ഖാദർ മൗലവി. മൂപ്പര കാട്ടത്തിലൂടെയാണ് തൗഹീദ് ഉണ്ടായത്. അയാള് പറഞ്ഞതാണ് പോലും നമ്മൾ കേൾക്കുക. ചോദ്യം ഇങ്ങനെയാണ്: 88 സെപ്റ്റംബറിൽ അൽമനാർ വായിച്ചു, എന്നാൽ അത് പല തെറ്റിദ്ധാരണക്കും ഇട നൽകി. അതിൽ വിത്ർ നമസ്കാരത്തെ പറ്റി വിവരിച്ചിട്ടുണ്ട്. തറാവീഹ്, തഹജ്ജുദ് എന്നീ നമസ്കാരങ്ങൾ ഇല്ലെന്നും അത് വിത്റിന്റെ വ്യത്യസ്ത പേരുകളാണെന്നും വിത്ർ ഒറ്റയാക്കി 11 വരെ നമസ്കരിക്കാമെന്നും പറഞ്ഞിരിക്കുന്നു. തറാവീഹ് എന്ന നമസ്കാരം മുജാഹിദുകൾക്ക് ഇതുവരെ ഇല്ലായിരുന്നു, അതോ ആദ്യകാലത്തും അവർ വിത്ർ മാത്രമേ നമസ്കരിച്ചിരുന്നുള്ളൂ? സംശയം തീർത്തു തരുവാൻ അപേക്ഷ എന്നാണ് ചോദ്യം. അപ്പൊ ചോദ്യം കേട്ടല്ലോ. ചോദ്യത്തിന് മൗലവി നൽകുന്ന മറുപടി എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ചോദ്യത്തിന് മൗലവി നൽകുന്ന മറുപടി: ചോദ്യത്തിലെ തറാവീഹ്, തഹജ്ജുദ് എന്നീ നമസ്കാരങ്ങൾ ഇല്ലെന്നും അൽമനാറിൽ എഴുതിയിട്ടുണ്ടെന്ന പരാമർശം ശരിയല്ല. ചോദ്യത്തിലെ അടുത്ത വാചകം തന്നെ അത് വ്യക്തമാക്കുന്നതാണ്. അത് വിത്റിന്റെ വ്യത്യസ്ത പേരുകളാണെന്നും അൽമനാറിൽ പറഞ്ഞിട്ടുള്ളതായി ചോദ്യകർത്താവ് പറയുന്നുവല്ലോ. അപ്പോൾ തറാവീഹ്, തഹജ്ജുദ് എന്നിവ ഇല്ല എന്നല്ല, ഉണ്ട് എന്ന് തന്നെയാണ് അൽമനാറിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് വന്നു. ഇവയെല്ലാം വ്യത്യസ്ത നമസ്കാരങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. അങ്ങനെയല്ലാത്തത് കൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. മുജാഹിദികൾ മുമ്പും ഇപ്പോഴും ഇക്കാര്യം ഒരേ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതും നിർവഹിച്ചു പോന്നതും പോരുന്നതും എന്ന് വളരെ കൃത്യമായി തന്നെ ഇവിടെ പറയണം. അപ്പൊ കേട്ടല്ലോ, തറാവീഹ് ഉണ്ട്, പക്ഷേ അത് റമളാനിലെ ഒരു പ്രത്യേക നിസ്കാരമൊന്നല്ല, അത് വിത്റിന്റെ പേരാണ്. ആരാണ് പറഞ്ഞത്? നമ്മന്റെ അബ്ദുൽ ഖാദർ മൗലവി. ഖുർആനോ ഹദീസൊന്നല്ല. ഇസ്ലാമിക പ്രമാണത്തിലുണ്ടോ? ഇസ്ലാമിക പ്രമാണമൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. ഞങ്ങളെ മൗലവിമാർ എന്താണോ പാസ്സാക്കുന്നത് അതാണ് ഞങ്ങളെ നിയമം. ഇതിനല്ലേ ഖുറാഫിസം എന്ന് പറയുന്നത്? അപ്പൊ വഹാബികളല്ലേ ഖുറാഫികള്? അപ്പോ ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈല്, തഹജ്ജുദ്, തറാവീഹ്, വിത്ർ ഇതൊക്കെ രാത്രി നമസ്കാരത്തിന്റെ പേരുകളാണ്. അല്ലാതെ രാത്രിയിൽ ഇശായിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരം തറാവീഹ്, അതിനുശേഷം പിന്നെ ഉറങ്ങി എഴുന്നേറ്റ് കുറച്ചാളുകൾ നിസ്കരിക്കുന്നത് വിത്ർ, ഖിയാമുൽ ലൈൽ, അങ്ങനെ ഒരു വേർതിരിവ് ഈ നമസ്കാരത്തിന്റെ കാര്യത്തിലില്ല എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. വഹാബികളുടെ അടിസ്ഥാനം വഹാബികൾ മനസ്സിലാക്കാത്ത കുറെ വഹാബികൾ ഉണ്ട്. അത് ഞാൻ പിന്നീട് കൊണ്ടുത്തരാം. രണ്ടാമത്തെ ഒരു വിഷയം, ഇങ്ങനെ പള്ളിയിൽ നമസ്കാരം നടക്കുന്നു. ആ പള്ളിയിൽ നടക്കുന്ന നമസ്കാരം ഒരുപക്ഷെ എഴുതിക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ഇനി അല്ലെങ്കിൽ കുറെ ആളുകൾ നിസ്കരിക്കാതെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് രാത്രി വന്ന് പിന്നെ അവരുടെ ഒരു ജമാഅത്ത് നടത്തുന്ന ഒരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. കുറെ ആളുകള് വഹാബി പള്ളിയിൽ തറാവീഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിസ്കാരം, റമളാനിൽ പ്രത്യേകമായി ഒരു നിസ്കാരമാണല്ലോ ഈ നിസ്കരിക്കുന്നത്, റമളാന്റെ മുമ്പൊന്നും നമ്മൾ ഈ നിസ്കാരം കണ്ടിട്ടില്ലല്ലോ, ഇവർ റമളാൻ ആകുമ്പോ ഒരു നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അതിലെങ്ങനെ നമ്മൾ കൂടുക?
അത് പറ്റൂല, അങ്ങനെ ഒന്നും നിസ്കാരം ഇല്ലല്ലോ, അത് നമ്മൾ കൂടാനില്ല എന്നും പറഞ്ഞ് കുറെ ആളുകൾ പുരയിലേക്ക് പോയി കളയുമ്പോഴോ, അങ്ങനെ പുരയിലേക്ക് പോയി കളയുന്ന മൗലവിമാരെയും മൗലവിച്ചുകളെയുമാണ് നമ്മൾ ഹനീഫ കായക്കൊടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിപ്പിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ ഈ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ നമുക്ക് കാണാൻ കഴിയും, ഇമാം തിർമിദി, അതേപോലെ ഇമാം അബൂദാവൂദ്, നസായി, ഇബ്നു മാജ തുടങ്ങിയ പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മൻ ഖാമ മഅൽ ഇമാമി ഹത്താ യൻസരിഫ കുതിബ ലഹു ഖിയാമുൽ ലൈല. ആരെങ്കിലും ഇമാമിന്റെ കൂടെ ഇമാം നമസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെ നമസ്കാരം നിർവഹിച്ചാൽ കുതിബ ലഹു ഖിയാമുൽ ലൈല, അവന് രാത്രി നമസ്കാരം മുഴുവൻ നിർവഹിച്ച കൂലി കിട്ടിയെന്നാണ്. നോക്കൂ, എത്ര കൃത്യമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എന്തിനാണ് ഈ രാത്രിയിൽ ഈ പള്ളിയിൽ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കാതെ ആളുകൾ പിരിഞ്ഞുപോയി പിന്നെ വന്ന് നമസ്കരിക്കുന്നത്? രാത്രി നമസ്കാരത്തിന്റെ കൂലി കിട്ടാനാണ് എന്നാണ് പറയുന്നത്. ഇവിടെ രാത്രി നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറയുന്നു, അങ്ങനെ പള്ളിയിൽ രാത്രി നമസ്കാരത്തിന്റെ ജമാഅത്ത് നടക്കുമ്പോൾ ആ ജമാഅത്തിൽ പങ്കെടുത്താൽ, ഇമാമിനോടൊപ്പം ആ നമസ്കാരം പൂർണ്ണമായി നിർവഹിച്ചാൽ അയാൾക്ക് രാത്രി നമസ്കാരം നിർവഹിച്ച കൂലി കിട്ടി. ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പറയുമ്പോ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ നമസ്കാരം നടക്കുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ പള്ളിയിൽ ഇരുന്ന് അല്ലെങ്കിൽ ആ നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിരിഞ്ഞുപോയി നമസ്കരിക്കുന്ന രീതി ശരിയല്ല. ആ കൂലി കിട്ടിക്കഴിഞ്ഞു. എത്ര നിസ്കരിച്ചാലും കിട്ടാനുള്ള കൂലി എന്താണ്? രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണല്ലോ. അത് ഇമാമിന്റെ കൂടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ കിട്ടി. റമളാനിലാകുമ്പോ തറാവീഹ് അല്ലെങ്കിൽ തഹജ്ജുദ് അല്ലെങ്കിൽ വിത്ർ, ഇത് കണക്കാക്കിയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ആളുകളുണ്ടല്ലോ, അവരോടുള്ള മറുപടിയാണ് ഖിയാമുൽ ലൈൽ നിസ്കരിച്ചാൽ രാത്രി നിസ്കരിച്ച് കൂലി കിട്ടും. അപ്പൊ ഈ ഹനീഫ കാക്കടിയുടെ വാദപ്രകാരം ആ പോയ ആളുകൾക്ക് അവർ ഉറങ്ങി എണീറ്റ് വന്നാല് കൂലി കിട്ടൂലേ? കിട്ടൂല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇതിലുണ്ടോ കിട്ടൂല? ഒന്ന്. രണ്ടാമത്തേത്, വേറെ ചില ആളുകളെ കാണാം, പ്രത്യേകിച്ച് അവസാനത്തെ ഈ 10 ദിനങ്ങളിലൊക്കെ തറാവീഹ് ഇമാമിന്റെ കൂടെ നിസ്കരിക്കും, എന്നിട്ട് വിത്ർ പിന്നെ വീട്ടിൽ ചെന്നാൽ. എന്തിനാ അങ്ങനെ? അതിനാണ് കൂലി കൂടുതൽ എന്നാണ് ആളുകൾ വിചാരിക്കുന്നത്. അല്ല, ഇത് നല്ല കൂത്ത്. പലിശ കിട്ടാത്തതിന് കേസ് കൊടുത്ത നമ്മളെ AP അബ്ദുൽ ഖാദർ മൗലവി പല ബുക്കിൽ എഴുതി വെച്ചിട്ടും ഹനീഫ കാക്കടി വാദോരാതെ പറഞ്ഞിട്ടും വേറെ മൗലവിമാരൊക്കെ തോന്നിയതുപോലെ പറഞ്ഞിട്ടും വഹാബി അണികൾക്കൊന്നും മനസ്സിലായില്ല. അവരെന്ത് ചെയ്യാണ്? തറാവീഹ് നിസ്കാരം എന്ന പേരിൽ നടക്കുന്ന വഹാബി പള്ളിയിലെ 8 റക്അത്ത് ഡാൻസിൽ പങ്കെടുക്കും. അതവര് കരുതിയത് റമളാനിലെ പ്രത്യേകമായ ഒരു നിസ്കാരമായ തറാവീഹ് നിസ്കാരമാണെന്നാണ്. ശേഷം അവര് വിത്ർ വീട്ടിൽ പോയി നിസ്കരിക്കും. എന്തിനാണ് മക്കളെ അങ്ങനെ നിസ്കരിക്കുന്നത്? തറാവീഹും വിത്റും ഖിയാമുൽ ലൈലും ഖിയാമു റമളാനും തഹജ്ജുദും ഒക്കെ ഒന്നെന്നാണ് എന്ന് നമ്മൾ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നിങ്ങൾക്ക് ഇതുവരെ അത് പഠിക്കാനായിട്ടില്ലേ എന്നാണ് ഹനീഫ കായക്കൊടി ചോദിക്കുന്നത്. ഹനീഫ കായക്കൊടിയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വഹാബികൾക്ക് പോലും ഇത് തിരിഞ്ഞിട്ടില്ല, അവരത് പഠിച്ചിട്ടില്ല. എന്താ ചെയ്യാ? എത്ര നിസ്കരിക്കാന്നുള്ള ഒരു വാദമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത് എന്നിടത്തേക്ക് വരെ ആളുകൾ പോവുകയാണ്. അതിമ്മളെ സക്കരിയ സ്വലാഹിയും വിഷ്ണൻ ജിന്നൂരികളും പലപ്പോഴായി പറയുന്ന കാര്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോടത്ത് നിങ്ങൾ നിൽക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോടത്ത് വഹാബികൾ നിൽക്കുന്നില്ല എന്ന് ഹനീഫ കായക്കൊടി തന്നെ തെളിവ് സഹിതം ഇവിടെ സമർത്ഥിക്കുക. എന്നിട്ട് പച്ച നുണ പറയാ വഹാബികൾ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോടത്താണ്. വഹാബികളുടെ നിസ്കാരം എങ്ങനെയാണെന്ന് ഹനീഫ കായക്കൊടി വിവരിച്ചത് നമ്മളെല്ലാം കേട്ടല്ലേ? ചില ആൾക്കാർ തറാവീഹ് നിസ്കാരം 8 റക്അത്ത് നിസ്കരിക്കും, ചില ആൾക്കാർ 11 റക്അത്ത് നിസ്കരിക്കും, ചില ആൾക്കാർ എന്ത് ചെയ്യും? നിസ്കാരം കണ്ടാൽ ഇറങ്ങി ഓടുക. ചില ആൾക്കാർ തറാവീഹ് നിസ്കാരം റമളാനിലെ പ്രത്യേക നിസ്കാരമാണെന്ന് വിചാരിച്ചിട്ട് പള്ളിയിൽ നിന്ന് തറാവീഹ് നിസ്കരിക്കും, എന്നിട്ട് വീട്ടിൽ പോയി വിത്ർ നിസ്കരിക്കും. ചില ആളുകൾ വിത്റും തഹജ്ജുദും തറാവീഹും ഖിയാമു റമളാനും ഖിയാമുൽ ലൈലും എല്ലാ നിസ്കാരവും ഒന്നാണെന്ന് കരുതിയിട്ട് 8 റക്അത്തിൽ അല്ലെങ്കിൽ 11 റക്അത്തിൽ അങ്ങ് പാസ്സാക്കും. ഇതല്ലേ നിങ്ങളെ നിൽക്കാനും? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് നിസ്കരിക്കുമ്പോ ഓരോ സ്വഹാബാക്കൾ ഇങ്ങനെ ഇറങ്ങി ഓടല, 11 റക്അത്ത് നിസ്കരിക്കല, 8 റക്അത്ത് നിസ്കരിക്കല, അല്ലെങ്കിൽ തറാവീഹും തഹജ്ജുദും വിത്റും ഒക്കെ ഒന്നാന്ന് പറഞ്ഞ് നിസ്കരിച്ചില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്ന് പച്ച നുണ പറയരുത്. ഒരാൾക്കും തർക്കമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നു, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11.
റക്അത്ത്. 11 റക്അത്തിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നില്ല എന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നു. ഹനീഫ കായക്കൊടിയെ അപ്പൊ ഇച്ചൊരു സംശയം, റമളാനിലും റമളാൻ അല്ലാത്തപ്പോഴും 11നേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്നാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. അത് ഫർളാണെന്നോ സുന്നത്താണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇച്ചൊരു സംശയം, ഇശാ നിസ്കാരം 4, മഗ്രിബ് 3, അപ്പൊ 7 അതിന്റെ ശേഷവും മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങള് അതും കഴിഞ്ഞ് പിന്നെയും 11 നിസ്കരിച്ചാല് റമളാനിലും അല്ലാത്തപ്പോഴും 11നേക്കാൾ കൂടുതൽ വഹാബി പള്ളിയിൽ നിന്ന് നിസ്കരിച്ചല് വരൂലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതിന് എതിരാണെന്ന് വരൂലേ? അപ്പൊ നിങ്ങള് ബിദ്അത്തല്ലേ ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മാതൃക ഉണ്ടോ? പറ മൗലവിമാരെ. ഈ ചോദ്യകർത്താവ് വിചാരിക്കുന്നത് രാത്രി നിസ്കാരത്തെ കുറിച്ച്, റമളാനിലെ നിസ്കാരത്തെ കുറിച്ച് പ്രേരിപ്പിക്കുന്ന ഒട്ടേറെ ഹദീസുകളുണ്ട്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ എന്നൊക്കെ പറയുന്ന ഹദീസുകൾ. ഇത് കേട്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത് റമളാനിൽ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അതെങ്ങനെയാണ് എന്ന് ചോദിക്കുന്നത്. എന്നാൽ ഫാഖബറത്തു ആയിഷ അന്ന ഫഅലഹു കാന ഫി റമളാന വഗൈരിഹി സവാ, റമളാനിലാകട്ടെ അല്ലാത്ത കാലത്താവട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നിസ്കാരം ഒരേ രൂപത്തിലാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചോദ്യത്തിന് മറുപടി നൽകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ അദ്ദേഹം ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് മറ്റൊരിടത്ത് പറയുന്നത് വഫീഹി അന്ന സ്വലാത്തുഹു കാനത്ത് മുത്തസാവിയ ഫീ ജമീഇ സന, കൊല്ലത്തിലെ എല്ലാ സമയത്തും ഇതേ വാചകം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ നമസ്കാരം എന്ന് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോ രാത്രി നമസ്കാരം 11 റക്അത്താണ്. ആ 11 റക്അത്തിൽ അധികരിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അതാണ് അത് അധികം നമസ്കരിക്കാമെന്ന് പറഞ്ഞവർ പോലും അംഗീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തെ നമസ്കരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ആ 11 റക്അത്താണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. ആ രാത്രി നമസ്കാരം ഇമാമിന്റെ കൂടെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ച് കഴിഞ്ഞാൽ രാത്രി നമസ്കാരം മുഴുവൻ നിർവഹിച്ച കൂലി കിട്ടി. അതുകൊണ്ട് പിന്നെ ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു നിസ്കാരം, അത് പുതിയ ഒരു നിസ്കാരമായി കൊണ്ടുവന്ന് പള്ളികളിൽ പല ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന, ഞങ്ങളുടെ നിസ്കാരമൊക്കെ മോശമായി പോയി, ഈ നിസ്കരിക്കുന്നതാണോ നല്ലത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആ ഒരു സമ്പ്രദായത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ചര്യയെ കൊണ്ടുപോകേണ്ടതില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച 11 റക്അത്ത്, ആ 11 റക്അത്ത് ഇമാമിന്റെ കൂടെ നമസ്കരിച്ചു കഴിഞ്ഞാൽ രാത്രി നമസ്കാരം മുഴുവൻ നിർവഹിച്ച കൂലി കിട്ടി എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ പിന്നെ ഒരു ജമാഅത്ത്, പിന്നെ ഒരു ഖിയാമുൽ ലൈൽ എന്ന് പറയുന്ന ഒരു രീതി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല മൗലവിയെ, ആ 11 റക്അത്തിൽ കൂടാൻ പറ്റുമോ? അവരോട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയല്ല, ഞങ്ങൾ ചെയ്യുന്നതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്നെങ്ങനെ പറയാൻ പറ്റും? കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിലും അല്ലാത്തപ്പോഴും 11 റക്അത്ത് നിസ്കരിച്ചു. അതിനേക്കാൾ വർദ്ധിപ്പിച്ചിട്ടില്ല. അത് ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചത് എന്നവിടെ തെളിവ്? 2, നിങ്ങളുടെ പള്ളികളിൽ റമളാനിൽ മാത്രമാണ് പ്രത്യേകമായിട്ടാണ് 11 റക്അത്ത് നിസ്കരിക്കുന്നത്. പ്രത്യേകമായ പുണ്യം കിട്ടുമെന്ന് കരുതിയാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം തന്നെ അത് ബിദ്അത്താവൂലേ? അത് പുത്തൻ വാദമല്ലേ? അത് പുത്തൻ ആചാരമല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എപ്പോഴും പറയാം. എന്നാൽ റബീഉൽ അവ്വലിൽ പ്രത്യേകിച്ച് പുണ്യം കിട്ടുമെന്ന് കരുതി മദ്ഹ് പറഞ്ഞാൽ ബിദ്അത്താണെന്നല്ലേ നിങ്ങളുടെ വാദം? സ്വലാത്ത് എപ്പോഴും ചെല്ലാം, എന്നാൽ കൂട്ടമായിരുന്നു കൊണ്ട് ചൊല്ലിയാൽ അതിന് പ്രത്യേകതയുണ്ട് എന്ന് കരുതിയാൽ അത് ബിദ്അത്തായി എന്നല്ലേ നിങ്ങളെ വാദം? അപ്പോൾ റമളാനിലും അല്ലാത്തപ്പോഴുമുള്ള ഒരു നിസ്കാരം, റമളാൻ അല്ലാത്തപ്പോൾ നിങ്ങളുടെ പള്ളികളിൽ 11 റക്അത്ത് ജമാഅത്തായിട്ട് കാണാറില്ല. ശവ്വാൽ 1-ാം തീയതി നിങ്ങൾ ജമാഅത്തായിട്ട് 11 റക്അത്ത് നിസ്കരിക്കാറില്ല. റമളാനിൽ പ്രത്യേകം ജമാഅത്തായി 11 റക്അത്ത് നിസ്കരിക്കാറുള്ളത് എന്തിനാ നിങ്ങൾ നിസ്കരിക്കുന്നത്? പ്രത്യേകം പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അത് ബിദ്അത്തല്ലേ? റമളാനിലും അല്ലാത്തപ്പോഴും നിങ്ങൾ 11 റക്അത്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാറില്ല എന്ന്
ഞാൻ വെറുതെ പറഞ്ഞതല്ല. പല മൗലവിമാരെയും ഞങ്ങളുടെ സുന്നി പ്രവർത്തകർ വിളിച്ചു ചോദിച്ചു, തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട്, നിങ്ങൾക്ക് സൗകര്യപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ, റമളാനിലല്ലേ തറാവീഹ് നിസ്കാരം, ശവ്വാലിൽ തറാവീഹ് നിസ്കാരമുണ്ടോ, അല്ലെങ്കിൽ റമളാൻ അല്ലാത്തപ്പോൾ തറാവീഹ് നിസ്കാരമുണ്ടോ എന്ന ചോദ്യമാണ് തിരിച്ചവർ ചോദിച്ചത്. അപ്പോൾ ഹനീഫ് കായക്കൊടിയുടെ വാദം മറ്റ് മൗലവിമാർക്ക് അറിയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓരോ മൗലവിക്കും ഒരു വിഷയത്തിൽ പല വാദങ്ങളാണ്. ഇത് ഇസ്ലാമല്ല. അറിയാതെ പെട്ടുപോയ വഹാബികളെ, നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ മൗലവിമാരെ വലിച്ചെറിഞ്ഞ് റമളാനിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് കാണിച്ചു തന്ന സ്വഹാബാക്കളെ മുറുകെ പിടിച്ച് അവരെ പിൻപറ്റി ജീവിച്ചോ, അതാണ് നിങ്ങൾക്ക് നല്ലത്. റമളാൻ കഴിഞ്ഞതിന് ശേഷം ചില മൗലവിമാരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി കൂടി നിങ്ങളൊന്ന് കേൾക്കുക. പറപ്പൂർ മൗലവിയല്ലേ? അതെ, ഞാന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങളോട് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ നിങ്ങള് രാത്രി നിങ്ങളെ തറാവീഹ് കഴിഞ്ഞ് എത്ര മണിക്ക് ഫ്രീ ആവും ഒന്ന് പറഞ്ഞാൽ സൗകര്യമായിരുന്നു. ഇവിടെ നോമ്പ് കഴിഞ്ഞല്ലോ, തറാവിയൊന്നും ഇല്ലല്ലോ ഇപ്പൊ. ഏത് തറാവിയൊന്നും ഇപ്പൊ ഇല്ലല്ലോ, നോമ്പൊക്കെ കഴിഞ്ഞല്ലോ ഇവിടെ. നിങ്ങൾ ആരും വിളിക്കണ്ടേ? ഇല്ല, തറാവിയൊന്നും ഇപ്പൊ നോമ്പിന്റെ തറാവിയൊന്നും ഇല്ലല്ലോ. അപ്പൊ റമളാൻ കഴിഞ്ഞ തറാവീഹ് ഉണ്ടാവില്ല? മൗലവി അൻസാരി, അക്രം അൻസാരി അല്ലേ? ആരാ വിളിക്കണേ? ഞാന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോട് പറയേണ്ടിട്ടായിരുന്നു. ഇപ്പൊ ഇത്തിരി തിരക്കാണ്. രാത്രി നിങ്ങൾ തറാവീഹ് കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് ഫ്രീ ആകുക. തറാവീഹ് ശരി, അവിടെ റമളാൻ കഴിഞ്ഞിട്ടില്ലേ? എവിടെ? നിങ്ങൾ റമളാൻ കഴിഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾ തറാവീഹ് കഴിഞ്ഞോ? അല്ല, നിങ്ങൾ റമളാൻ കഴിഞ്ഞേക്കാം. അല്ല, റമളാൻ എന്താ പ്രത്യേകത? നിങ്ങൾക്ക് തറാവീഹ് കഴിഞ്ഞപ്പോ ഫ്രീ ആണെന്ന് ചോദിച്ചത്. അപ്പൊ തറാവീഹ് റമളാനിലേ ഉള്ളൂ. സിഗ്നസിലായില്ലേ? അതെ. ഞാൻ അർജന്റ് ഒരു കാര്യങ്ങളോട് പറയേണ്ടി വിളിച്ചു. നിങ്ങൾ രാത്രി തറാവീഹിന് ശേഷം എത്ര മണിക്കാ ഫ്രീ ആകുക? എന്താ വിഷയം? ആരാണ്? എവിടുന്നാണ്? അല്ല, ഞാൻ തലശ്ശേരി അടുത്തുനിന്ന് വിളിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചോദിക്കേണ്ടിട്ടാണ്. ഞാനിപ്പോ ചിലപ്പോ സ്ഥലത്തേക്ക് യാത്ര പോവാണ്. അപ്പൊ എത്ര മണിക്ക് വിളിക്കാം? ഒരു വിരുന്നേര് വരുന്നുണ്ട്, അവര് വന്ന് പോയാലേ പറയാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങൾ രാത്രി നിസ്കാരമൊക്കെ എത്ര മണിക്കായി? തറാവിയൊക്കെ തറാവി ഇല്ലല്ലോ ഇപ്പൊ. തറാവി കഴിഞ്ഞില്ലേ? റമളാനിലല്ലോ. ശരി. തറാവി അപ്പൊ റമളാൻ കഴിഞ്ഞാലില്ലേ? സാധാരണ മാക്കാൻ ഫി റമളാന വലാ ഫി ഗൈരിഹി എന്നല്ലേ നമ്മൾ പറയല്. കേട്ടല്ലോ സഹോദരങ്ങളെ, ഇതാണ് മൗലവിമാരുടെ അവസ്ഥ. ഇവരെ പേറിയാൽ പേറിയവർ നാറും ദുനിയാവിലും ആഖിറത്തിലും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.